ഹായ് മക്കളെ, വെൽക്കം ടു എക്സാമിനർ. എൻ്റെ 9ാം ക്ലാസ്സിലെ പൊന്നുമക്കളെ, ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സാർ ഇവിടെ കാണിക്കുന്നത്. എങ്ങനെയായിരിക്കും ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരാം? എടാ, നിങ്ങൾക്കറിയാം ഒരുപാട് ചേഞ്ചുകളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതെന്തൊക്കെ ചേഞ്ചാണ് വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ചേഞ്ച് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഓരോ പോർഷനും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എത്ര ഓപ്ഷനുകളുണ്ട് തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് സാറ് പറയും. കൂടെ നിന്നാ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അടിപൊളിയായിട്ട് നമുക്ക് ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. എൻ്റെ പൊന്നുമക്കളെ ശ്രദ്ധിച്ചോ. എടാ, ഇതാണ് നമ്മളൊരു ചാപ്റ്റർ, നമ്മൾ എന്താ പറയുക, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു എന്താ പറയുക, പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ. ഓക്കെ, ഇതാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വ്യൂ. എടാ, അവിടെ നമുക്കറിയാം, നമ്മളെപ്പോഴും കാണുന്ന പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറാണ് 40 മാർക്കിന് നമുക്കറിയാം. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സാറേ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. എടാ, അതൊന്നും വായിക്കാനുള്ള നേരം ഉണ്ടാവില്ല. 15 മിനിറ്റാണ് കൂൾ ഓഫ് ടൈം. എൻ്റെ എല്ലാ മക്കൾക്കും അറിയുന്ന കാര്യം. ഓക്കെ, ABCD എന്ന് 4 സെഷനുകളായി തിരിച്ചിട്ടുണ്ട്. പുതിയ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, 4 സെഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 10, 11, 16, 17, 18 ഇത്രയും ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സാർ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറയാം. എടാ, സെഷൻ എനെ കുറിച്ചാണ് സാർ ആദ്യം പറയുന്നത്. സെഷൻ എനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ മക്കളും ശ്രദ്ധിക്കണേ. സെഷൻ എ. ഓക്കെ, സെഷൻ എനെ കുറിച്ച് പറയുന്ന സമയത്ത് എടാ, ഇവിടെ 1 മാർക്കിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എത്ര മാർക്ക് ഉണ്ടാവും? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് തന്നെ 4 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് നോ ഓപ്ഷൻ ക്വസ്റ്റ്യൻ. എടാ, ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഇല്ല. ശ്രദ്ധിക്കണം. എല്ലാ ചോദ്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്യണം, നോക്കണം നമുക്ക്. അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി നിങ്ങൾ നോക്കണുണ്ട് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ലെങ്ത്ത്. എടാ, ഇവിടെ നിന്ന് തുടങ്ങി ഇതാ ഇത്രയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു പേജിൻ്റെ ഹാഫ് ഭാഗം 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ആ ലെവലിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന് എന്ത് ചെയ്തിന്? അപ്ഗ്രേഡ് ചെയ്തിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, ബി കെയർഫുൾ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യട്ടോ, സീനൊന്നുമില്ല. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ലെവൽ എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ എത്തി. ഓക്കെ, എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാ സ്റ്റേറ്റ്മെൻറ്റ് റീസണൊക്കെ ഇത്രയും എഴുതി കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടി. 2 മാർക്കിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ ഇതാ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും 1 മാർക്ക് കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 2 പേജ് ക്വസ്റ്റ്യങ്ങൾ വായിച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് 4 മാർക്ക് മാത്രമാണ്. അത്രയും വലിയ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഞാൻ സാറ് നേരത്തെ പറഞ്ഞത് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് വായിച്ച് തീരാനുള്ള സമയം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയുള്ളതെന്ന് ആദ്യം പറഞ്ഞത്. ഓക്കെ, പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി സെഷൻ ബിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നോക്കാം. സെഷൻ ബി. ഓക്കെ, സെഷൻ ബിയിൽ എൻ്റെ മക്കളെ, സെഷൻ ബിയിലുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് സാറ് പറയാം. എടാ, സെഷൻ ബിയിൽ ആദ്യം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് സെഷൻ ബിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, സെഷൻ ബിയിൽ നമുക്ക് 9 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ നിന്ന് 2 ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആഹാ, ഹാപ്പിയാണ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ എഴുതേണ്ട മക്കളെ? 7 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 14 മാർക്കാണ് എൻ്റെ മക്കൾക്ക് കിട്ടുക. പ്രശ്നമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോകാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെ സെക്കൻഡ് ചാപ്റ്ററിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അല്ല, 3rd ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്. അതുപോലെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ 3rd ചാപ്റ്ററിന്. 10 ഓപ്ഷൻ കണ്ടോ? ഇങ്ങനെയാണ് ഓപ്ഷൻ ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, എല്ലാവരും ഇവിടെ നിന്ന് ശ്രദ്ധിച്ചിരിക്കണേ. സാറ് പറയാം ഓപ്ഷൻ എങ്ങനെയുള്ളത് കണ്ടോ? ഇവിടെ A, അതുപോലെ തന്നെ 10B. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 10A ആണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 10A എഴുതാം. 10B ആണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 10B മാത്രം എഴുതാം. പ്രയാസം ഉണ്ടാവുമോ, ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല. ശ്രദ്ധിക്കണേ, കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, 10A അല്ലെങ്കിൽ 10B ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ 11A, 11B. മക്കൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 11A ആണ് അറിയണമെങ്കിൽ 11A എഴുതാം, ഓർ 11B എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, പ്രയാസമൊന്നുമില്ല. ഇനി നമ്മൾ സെഷൻ സിയിലേക്ക് പോകാം. സെഷൻ സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സെഷൻ സിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുക 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കാണ്? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇവിടെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവുക? 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്യേണ്ടത്? 6 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 18 മാർക്ക് കിട്ടും. ഒക്കെയാണ്, കൂളാണ്, സീനൊന്നുമില്ല.
ഇനി മക്കളെല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തുടങ്ങിയിട്ടതാ ഇങ്ങനെ വന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ വരെ സെഷൻ സി ആണ് കേട്ടോ. ഓക്കെ, 16A 16B ഒക്കെ ഇതൊക്കെ ഓർ ക്വസ്റ്റ്യൻ ആണ്. 17 അതുപോലെ ഓർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇനി സെഷൻ ഡി സിംഗിൾ ആയിട്ട് ഒറ്റ ആളേ ഉള്ളൂ. 4 മാർക്കിൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ 1 മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് സെഷൻ ഡി എന്നുള്ളത് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ. ഈ വരുന്ന ഓണം എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെ ആവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റഡി പ്ലാനൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമൊക്കെ വളരെ സിമ്പിളായിരിക്കും. സാറ് കൂടുതൽ ഫിസിക്സിൽ ഏത് വീഡിയോസാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മക്കൾക്ക് ഇനി വേണ്ടത് എന്നല്ല കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാർ അതെന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരാം. അപ്പോൾ ഓക്കെയാണ് മക്കളെ, ഗുഡ് ബൈ.